ഹലോ മക്കളെ, വെൽക്കം ടു NFA നെവർ ഫോർഗെറ്റ് അക്കാദമിയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ക്ലാസ് 8 മാത്തമാറ്റിക്സ് ചാപ്റ്റർ 5 മണി മാത്തിൽ എക്സസൈസിൽ കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ ചെയ്ത് നിർത്തിയ ബാക്കി എക്സസൈസാണ്. കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ 2 ക്വസ്റ്റ്യൻസ് ആണ് അതിനകത്ത് ചെയ്തിട്ടുള്ളത്. ഈ എപ്പിസോഡിൽ നമ്മൾ ബാക്കിയുള്ള ക്വസ്റ്റ്യൻസും കൂടി ചെയ്യാം. അപ്പോൾ കഴിഞ്ഞ എപ്പിസോഡ് കാണാത്തവരുണ്ടെങ്കിൽ അത് കണ്ടതിന് ശേഷം മാത്രമേ ഈ വീഡിയോ കാണുക. ഓക്കെ, ക്വസ്റ്റ്യനിലേക്ക് പോകാം നമുക്ക് ഡയറക്റ്റ്. ക്വസ്റ്റ്യൻ 3. മനു ഡെപ്പോസിറ്റ് ₹15,000 ഇൻ എ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ. മനു ഒരു 15,000 രൂപ ഒരു ഇൻസ്റ്റിറ്റ്യൂഷനിൽ നിക്ഷേപിച്ചു, ബാങ്കിലാണെന്ന് വിചാരിച്ചോളൂ. ഇൻട്രസ്റ്റ് ഈസ് കാൽക്കുലേറ്റഡ് ഇൻ എവറി 3 months. ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് എല്ലാ 3 മാസവുമാണ്. ആൻഡ് ആഡഡ് ടു ദ എമൗണ്ട്, അത് എമൗണ്ടിനൊപ്പം ആഡ് ചെയ്ത് പോകും. റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഈസ് 8%. ഇൻട്രസ്റ്റ് റേറ്റ് എന്ന് പറയുന്നത് 8%. ഹൗ മച്ച് ഹി ഗെറ്റ്സ് ആഫ്റ്റർ 1 year. ഒരു വർഷത്തിന് ശേഷം എത്ര രൂപ തിരിച്ചു കിട്ടുമെന്ന് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് കണ്ടത്. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സുകൾ കണ്ട കുട്ടികൾക്കാണെങ്കിൽ എങ്ങനെയാണ് ഇത് എടുക്കേണ്ടതെന്ന് മനസ്സിലാവും. സാർ അത് റിപ്പീറ്റ് ചെയ്യുന്നില്ല. ഓക്കെ, അപ്പോൾ ആ ക്ലാസ്സുകൾ കാണുക. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്ന കാര്യങ്ങൾ അതിൽ നിന്ന് കണ്ടുപിടിച്ച് എടുത്തെഴുതാം. ആദ്യം മനു ഡെപ്പോസിറ്റ് ചെയ്ത എമൗണ്ട്, ദാറ്റ് ഈസ് പി എന്ന് പറയുന്നത് 15,000. ഇനി നമ്മൾ വേഗം ചെയ്യും, കാരണം കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ 2 പ്രോബ്ലം വളരെ ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചു തന്നതാണ് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ളത്. ഓക്കെ, ഇവിടെ ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് എവറി 3 months. എവറി 3 months എന്ന് പറഞ്ഞാൽ ക്വാർട്ടർലി ആണ്. ഓക്കെ, അതായത് 1/4 കൊണ്ട് നിങ്ങൾ ഇൻട്രസ്റ്റ് റേറ്റിനെ ഗുണിക്കണം, എന്നാലാണ് ഇൻട്രസ്റ്റ് റേറ്റ് കിട്ടുള്ളൂ. ഇപ്പോൾ ഇവിടെ റേറ്റ് തന്നിരിക്കുന്ന റേറ്റ് എന്ന് പറയുന്നത് 8%. എത്ര ശതമാനമാണ്? 8% ആണ്. അപ്പോൾ അതിനെ നമ്മൾ 8%-നെ നമ്മൾ 1/4 കൊണ്ട് ഗുണിക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 2% കിട്ടും. ഇതൊക്കെ എങ്ങനെയാണെന്ന് മുന്നത്തെ ക്ലാസ്സുകളിൽ പഠിപ്പിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് നന്നായിട്ട് പഠിക്കാം. അപ്പോൾ ഈ പ്രോബ്ലം എളുപ്പമാവും. എന്നിട്ട് ചോദ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആഫ്റ്റർ 1 year, ഒരു വർഷത്തിന് ശേഷം എത്ര രൂപ തിരിച്ചു കിട്ടും. അപ്പോൾ നമുക്കിവിടെ എല്ലാം കഴിഞ്ഞു. ഇവിടെ ക്വാർട്ടർലി ആണ് നമുക്ക് തിരിച്ചറിഞ്ഞു. എങ്ങനെ ക്വാർട്ടർലി ആണ് എങ്ങനെ തിരിച്ചറിഞ്ഞു? 3 മാസം 3 മാസം 3 മാസം 3 മാസം, 4 തവണ 3 മാസം കൂടുമ്പോഴാണ് ഒരു വർഷമാവുന്നത്. അപ്പോൾ അത് ക്വാർട്ടർലി ആണ്. അപ്പോൾ n is equal to 4 തവണയാണ് 3 മാസം ഒരു വർഷത്തിലുള്ളത്. അപ്പോൾ n is equal to എന്താണ്? 4. ഇനി നമ്മുടെ ഫോർമുല എഴുതാം. ഫോർമുല എമൗണ്ട് is equal to P into 1 plus rate by 100 whole raised to n is equal to P. P എന്ന് പറഞ്ഞാൽ അവിടെ 15,000 രൂപയാണ്. 15,000 into 1 plus rate. റേറ്റ് എന്ന് പറഞ്ഞാൽ 2% ഡിവൈഡ് ബൈ 100 raised to n. n എന്ന് പറഞ്ഞാൽ 4 തവണയാണെങ്കിൽ 3 മാസം വെച്ചിട്ട് ഒരു വർഷമുള്ളത്. അപ്പം 4. ക്ലിയർ? ദെൻ 15,000 ഇൻറ്റു ഇതിങ്ങോട്ട് ഗുണിക്കുമ്പോൾ 100 പ്ലസ് 2. എൻ്റെ മീതി 4 ഇടാം. ഡിവൈഡഡ് ബൈ എന്ത് ചെയ്യണം? 100 4 തവണ 100 ഇൻറ്റു 100 ഇൻറ്റു 100 ഇൻറ്റു 100. കണ്ടോ? സോ ദിസ് ഇസ് ഈക്വൽ ടു 15,000 ഇൻറ്റു 100 പ്ലസ് 2 റേസ് ടു 4. അതെങ്ങനെ കാണാം? ഒന്നില്ലെങ്കിൽ നിങ്ങൾക്ക് ഇതിങ്ങനെ എഴുതാം. 102 ഇൻറ്റു 102 ഇൻറ്റു 102 ഇൻറ്റു 102. ഇങ്ങനെ വേണമെങ്കിൽ ഇങ്ങനെ ചെയ്യാം. ഇപ്പോൾ ഇങ്ങനെ സാറ് മുന്നേ പഠിപ്പിച്ചിട്ടില്ല. സാർ പഠിപ്പിച്ചത് 100 പ്ലസ് 2 ഹോൾ സ്ക്വയർ കണ്ടുപിടിച്ചിട്ട് അത് 2 പ്രാവശ്യം എഴുതാനാണ് പറഞ്ഞത്. വേണമെങ്കിൽ ഇങ്ങനെയും ചെയ്യാം. ഇപ്പോൾ ചില സ്കൂളിലൊക്കെ ചിലപ്പോൾ നിങ്ങളോട് പറയും 102 4 തവണ എഴുതി ഗുണിക്കുക. അങ്ങനെ ചെയ്യണമെങ്കിൽ 102 102 ചെയ്യാം. വീണ്ടും 102 കൊണ്ട് ഗുണിക്കാം. വീണ്ടും 102 കൊണ്ട് ഗുണിക്കാം. അങ്ങനെ വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം. പക്ഷേ ഇവിടെ സാർ അങ്ങനെ ചെയ്യുന്നില്ല. നമ്മൾ മുന്നേ പഠിപ്പിച്ച പോലെ എന്താണ്? 100 പ്ലസ് 2 ഹോൾ സ്ക്വയർ ഇൻറ്റു 100 പ്ലസ് 2 ഹോൾ സ്ക്വയർ. ഇങ്ങനെ 2 ആക്കി മാറ്റിയതിനെ ഈ 4 ഇത് കഴിഞ്ഞ ക്ലാസ്സിൽ പഠിപ്പിച്ചു തന്നതാണ്. അപ്പോൾ അതുമായിട്ട് കമ്പയർ ചെയ്യാം. താഴെയുള്ള 100 ഇവിടെ 0 വെട്ടിപ്പോയി, ഈ 0 വെട്ടിപ്പോയി, ഈ 0 വെട്ടിപ്പോയി. അപ്പോൾ താഴെ ഒരു 100 ഉണ്ട്. 100 ഇൻറ്റു എന്താണ്? പിന്നെ ഒരു 100 ഉണ്ട്. 100 ഇൻറ്റു പിന്നെ ഒരു 10 ഉണ്ട്. അപ്പോൾ 0 വെട്ടി കഴിഞ്ഞ് കഴിയുമ്പോൾ ഇവിടെ എന്ത് മാത്രമേ ഉള്ളൂ? 15 മാത്രമേ ഉള്ളൂ. ഓക്കെ, ഇതാണ് ഇപ്പോഴത്തെ സിറ്റുവേഷൻ. ഇനി നമ്മൾ ഈ 100 പ്ലസ് 2 ഹോൾ സ്ക്വയർ സെപ്പറേറ്റ് എടുത്ത് കാണാം. നോക്കാം. 100 പ്ലസ് 2 ഹോൾ സ്ക്വയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 100ൻ്റെ സ്ക്വയർ പ്ലസ് 2ൻ്റെ സ്ക്വയർ പ്ലസ് 2 ഇൻറ്റു 100 ഇൻറ്റു 2. ഓക്കെ, 100ൻ്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ 2 പൂജ്യം ആണെങ്കിൽ 4 പൂജ്യം വെക്കണം. പ്ലസ് 2ൻ്റെ സ്ക്വയർ 4 പ്ലസ് 2 ഇൻറ്റു 2 4 ഇൻറ്റു 100 ചെയ്യുമ്പോൾ 400. ഓക്കെ, അപ്പോൾ നമുക്ക് 10,404 ആൻസർ കിട്ടും. ഇതെല്ലാം കൂടി കൂട്ടി കഴിയുമ്പോൾ 10,404 കിട്ടും. അതായത് 102 ഇൻറ്റു 102 ചെയ്യുന്നതിന് ഈക്വൽ ആണത്. ഓക്കെ, അപ്പോൾ ഇവിടെ 15 ഇൻറ്റു
10404 ഇൻറ്റു 10404 ഡിവൈഡ് ബൈ 100 ഇൻറ്റു 100 ഇൻറ്റു 10. ഇനി നമ്മൾ ചെയ്യേണ്ടത് എന്താണ്? ഇതിനെ ഇതുകൊണ്ട് ഗുണിക്കുക, അതിനുശേഷം 15 കൊണ്ട് ഗുണിക്കുക, ഏറ്റവും അവസാനം ഈ 100 വെച്ചിട്ട് നമുക്ക് ഡിവൈഡ് ചെയ്യാം. അപ്പോൾ ഇതിനെ ഇതുകൊണ്ട് തന്നെ ഗുണിക്കാൻ പോവുകയാണ്. 10404. ഓക്കെ, അപ്പോൾ ഗുണിക്കുക. 4 4 16 6 ശിഷ്ടം 1 4 0 0. അപ്പോൾ 1 ഇറക്കി എഴുതി. 4 16 6 ശിഷ്ടം 1 4 0 0. അപ്പോൾ 1 ഇറക്കി എഴുതി. 1 4 4. അടുത്ത് 0 വെച്ചുള്ള ഗുണിതമാണ്. 0 വെച്ച് ഗുണിക്കാൻ പറ്റൂല, അപ്പോൾ എല്ലായിടത്തും 0 ഇടാം. വീണ്ടും 4 വെച്ചുള്ള ഗുണിതമാണ്. അപ്പോൾ നമ്മളിവിടെ ഓൾറെഡി എഴുതി തന്നെയാണ് വരിക. അപ്പോൾ വളരെ എളുപ്പമാണ്. 6 1 വീണ്ടും 6 1 പിന്നെ 4 വീണ്ടും 0 വെച്ചിട്ടാണ്. അപ്പോൾ എന്താണ്? 0 വെച്ച് ഗുണിക്കാൻ പറ്റില്ല, അപ്പോൾ എല്ലായിടത്തും 0. 1 2 3 4 5 0. ഓക്കെ, പിന്നെ 1 വെച്ചിട്ടാണ്. 1 വെച്ചുള്ള ഗുണിതം എളുപ്പമാണ്, അത് അങ്ങനെ തന്നെ എഴുതിയാൽ മതി. 4 0 4 0 1. ഓക്കെ, സോ ഫൈനലി യു വിൽ ഗെറ്റ് 6 1 6 6 12 2 ശിഷ്ടം 1 1 2 1 3. ഓക്കെ, 6 4 10 4 14 4 ശിഷ്ടം 1 1 1 2 4 4 8 0 1 1 0 8 2 4 3 2 1 6. ഇങ്ങനൊരു സംഖ്യയാണ് നമുക്ക് കിട്ടുക. അപ്പോൾ ഇവിടെ ഇത്രയും ചെയ്തപ്പോഴാണ് സാറിന് അത് കിട്ടിയത്. അപ്പോൾ അത് എഴുതാം. 15 ഇൻറ്റു 1 0 8 2 4 3 2 1 6 ഡിവൈഡ് ബൈ താഴെയുള്ളത് എഴുതുക. 100 ഇൻറ്റു 100 ഇൻറ്റു 15. സാർ മാച്ചിട്ട് മോളിൽ ചെയ്യാൻ പോകുക. അപ്പോൾ ഇവിടെ എന്താണ് ചെയ്യേണ്ടത്? 15 ഇൻറ്റു ഇത് ചെയ്യണം അല്ലേ? അപ്പോൾ നമുക്ക് എഴുതാം. ആദ്യം 1 8 2 4 3 2 1 6 ഇൻറ്റു 15. ഓക്കെ, അപ്പോൾ 6 30 0 ശിഷ്ടം 3 1 5 5 3 8 2 10 0 ശിഷ്ടം 1 3 15 1 16 6 ശിഷ്ടം 1 4 20 21 21 ശിഷ്ടം 2 2 10 2 12 2 ശിഷ്ടം 1 8 5 40 41 ശിഷ്ടം 4 0 0. 4 ചേർത്ത് എഴുതാം. 1 5 5. ഓക്കെ, ഒന്നുകൂടി ചെക്ക് ചെയ്യാം നമുക്ക്. 6 30 0 ശിഷ്ടം 3 1 5 5 3 8 2 10 0 ശിഷ്ടം 1 3 15 1 16 6 ശിഷ്ടം 1 4 21 21 1 ശിഷ്ടം 2 2 10 2 12 2 ശിഷ്ടം 1 5 40 41 1 ശിഷ്ടം 4 0 0 4 4 1 5 5. ദെൻ 1 6 6 1 1 1 1 2 2 1 3 3 1 4 4 1 2 2 1 8 8 1 0 1 1 1. ഓക്കെ, ഇനി എല്ലാം കൂടി കൂട്ടാം. 0 8 2 10 14 4 ശിഷ്ടം 1 2 6 7 8 3 1 4 4 2 6 3 8 4 8 2 10 12 2 ശിഷ്ടം 1 6 ഇത്രയും കിട്ടും. ഓക്കെ, അപ്പോൾ ഇതിന് ഇപ്പൊ കിട്ടിയ ആൻസർ നിങ്ങളോട് എടുത്തത് 1 6 2 3 6 4 8 2 4 0 ഡിവൈഡഡ് ബൈ നമുക്ക് ഇവിടെ വരുന്നത് എന്താണ്? 100 100 ഇൻറ്റു 10. സോ 100 100 ഇൻറ്റു 10 എന്നുവെച്ചാൽ 1 2 3 4 5 5 സ്ഥാനം കഴിഞ്ഞ് കുത്തിട്ടണം. അപ്പോൾ 1 2 3 4 5 എന്ന് പറയുമ്പോൾ 16 2 3 6 .48 2 4 0 എന്ന് വെച്ചാൽ 16 2 3 6 .50 പൈസ. അത്ര ഇത്രയും രൂപയായിരിക്കും 48 തന്നെ എഴുതിക്കോ, കുഴപ്പമില്ല. അല്ലെങ്കിൽ ഇനിയിപ്പോൾ അത് കൺഫ്യൂഷൻ വേണ്ട. 16,236 പൈസ ആയിരിക്കും നമുക്ക് എന്ത് ഈ ബാങ്കിൽ നിക്ഷേപിച്ച് കഴിഞ്ഞാൽ 1 വർഷം കഴിയുമ്പോൾ 3 മാസത്തേക്കാണ് പലിശ കണക്കാക്കണമെങ്കിൽ നമുക്ക് ലഭിക്കും. മനസ്സിലായോ? ഓക്കെ, അപ്പോൾ നമുക്കിനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ക്വസ്റ്റ്യൻ നമ്പർ 4 ആണ്. അപ്പോൾ നിങ്ങൾ ആദ്യം ടെക്സ്റ്റ് ബുക്ക് എടുത്തിട്ട് ക്വസ്റ്റ്യൻ നമ്പർ 4 വായിച്ച് നോക്കാം. 93-ാമത്തെ പേജിൽ. അപ്പോൾ ക്വസ്റ്റ്യൻ നമ്പർ 4 ജോൺ ഡെപ്പോസിറ്റ് ₹2,500 ഓൺ 1st ജനുവരി. ജനുവരി 1-ാം തീയതി ജോൺ 2,500 രൂപ എന്താണ് ഒരു കോപ്പറേറ്റീവ് ബാങ്കിൽ നിക്ഷേപിച്ചു. ഇൻ എ കോപ്പറേറ്റീവ് ബാങ്ക്. ബാങ്ക് കമ്പ്യൂട്ട്സ് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ഹാഫ് ഇയർലി. ബാങ്ക് ഈ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് കണക്കാക്കുന്നത് ഹാഫ് ഇയർലി ആണ്. ഹാഫ് ഇയർലി. ആനുവൽ ഇൻട്രസ്റ്റ് റേറ്റ് ഈസ് 6%. ആനുവൽ ഇൻട്രസ്റ്റ് റേറ്റ് എന്ന് പറയുന്നത് 6%. അഗെയിൻ ഹി ഡെപ്പോസിറ്റഡ് ₹2,500 ഓൺ 1st ജൂലൈ. അങ്ങനെ ജനുവരി 1-ന് 2,500 ഡെപ്പോസിറ്റ് ചെയ്തു. ജൂലൈ 1-നും 2,500 ഡെപ്പോസിറ്റ് ചെയ്തു. അതായത് ജനുവരി 1 ഡെപ്പോസിറ്റ് ചെയ്തു, പിന്നെ ഒരു 6 മാസം കഴിഞ്ഞിട്ട്
അതായത് ഒരു ഹാഫ് ഇയർ കഴിഞ്ഞിട്ട് പിന്നെയും 2500 രൂപ കൂടി ഡെപ്പോസിറ്റ് ചെയ്തു. ഹൗ മച്ച് എമൗണ്ട് ഹി വിൽ ഹാവ് ഇൻ ഹിസ് അക്കൗണ്ട് അറ്റ് ദ എൻഡ് ഓഫ് ദ ഇയർ? അങ്ങനെയാണെങ്കിൽ ഒരു വർഷം കഴിയുമ്പോൾ എത്ര രൂപ പുള്ളിയുടെ അക്കൗണ്ടിൽ ഉണ്ടാവും? ഓക്കെ, അപ്പോൾ നമ്മൾ ഈ ക്വസ്റ്റിനെ ഒന്ന് അനലൈസ് ചെയ്യുമ്പോൾ 2 തവണയാണ് ഇതിനകത്ത് ഡെപ്പോസിറ്റ് ചെയ്തത്. ഒന്ന് ജനുവരി 1-ാം തീയതി. അപ്പോൾ നമുക്ക് ആ ഡേറ്റ് ഒന്നുകൂടെ എഴുതി നോക്കാം. ജാനുവരി 1-ാം തീയതി 2500 രൂപ ഡെപ്പോസിറ്റ് ചെയ്തു. അത് കഴിഞ്ഞ് ജനുവരി കഴിഞ്ഞു, ഫെബ്രുവരി കഴിഞ്ഞു, മാർച്ച് കഴിഞ്ഞു, ഏപ്രിൽ കഴിഞ്ഞു, മെയ് കഴിഞ്ഞു, ജൂൺ കഴിഞ്ഞ് ജൂലൈ 1-ാം തീയതി വീണ്ടും 2500 രൂപ ഡെപ്പോസിറ്റ് ചെയ്തു. മനസ്സിലായോ? അപ്പൊ ഇവിടെ ഒരു 6 മാസം ഉണ്ട് അല്ലേ? 6 മാസം കഴിഞ്ഞിട്ട് 2500 രൂപ ഡെപ്പോസിറ്റ് ചെയ്തു അല്ലേ? പിന്നെയും 6 മാസം കൂടി കഴിയണം. അത് അപ്പോഴാണ് ഡിസംബർ ആവുള്ളൂ, നമുക്ക് 1 ഇയർ ആവുള്ളൂ. ഇതാണ് ഈ ക്വസ്റ്റിന്റെ അർത്ഥം. അപ്പൊ 2500 രൂപ ജനുവരിയിൽ ഡെപ്പോസിറ്റ് ചെയ്തു മോളെ അല്ലെ മക്കളെ? ഈ 2500 ഡെപ്പോസിറ്റ് ചെയ്തതിന് ശേഷം 6 മാസം കഴിഞ്ഞിട്ട് മക്കളെ 2500 രൂപ കൂടി എന്താണ് ഈ ഇതിനകത്തേക്ക് ഡെപ്പോസിറ്റ് ചെയ്തു. ഓക്കെ, അതെന്താണ് ഡെപ്പോസിറ്റ് ചെയ്തത്? ജൂലൈ 1. അപ്പോൾ നമ്മൾ പലിശ കണക്കാക്കുമ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ഫോർമുല നമുക്ക് അപ്ലൈ ചെയ്യാം, പക്ഷേ 2 എന്ന് എണ്ണിന് കൊടുക്കാൻ പാടില്ല. അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ ഈ 2500 രൂപയുടെ പലിശ മാത്രമേ നമുക്ക് കിട്ടുള്ളൂ. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഇതിനെ 2 ആയിട്ട് ചെയ്യണം. ആദ്യത്തെ 6 മാസം കഴിഞ്ഞപ്പോൾ എത്ര രൂപയുണ്ടെന്ന് കണക്കാക്കണം. എന്നിട്ട് ഈ 2500 കൂടി ആഡ് ചെയ്തതിന് ശേഷം പിന്നത്തെ 6 മാസം കഴിയുമ്പോൾ എത്ര രൂപയുണ്ടെന്ന് കണക്കാക്കണം. ഓക്കെ, സോ ഫസ്റ്റ് 6 മന്ത്, ആദ്യത്തെ 6 മാസം എമൗണ്ട് എന്ന് പറയുന്നത് P × 1 + rate by 100 whole raised to n. ഈ ഫോർമുല തന്നെ അപ്ലൈ ചെയ്താൽ മതി. പക്ഷെ എന്നിന്റെ വില എന്ന് പറയുന്നത് 1, ഇവിടെ 1, ഇവിടെ 1, ഇവിടെ 1, 1, 2. കണ്ടോ? ഇനി 2 തീർക്കാൻ പാടില്ല, കാരണം 6 മാസം വരെ നമ്മൾ കാണുന്നുള്ളൂ. ഓക്കെ, ഇനി റേറ്റ് എന്ന് പറയുന്നത് അവർ പറഞ്ഞ റേറ്റ് ഈസ് ഈക്വൽ ടു 6% എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഹാഫ് ഇയറിലാവുമ്പോൾ റേറ്റിനെ നമ്മൾ പകുതിയാക്കണം, അതായത് 3%. സോ ദിസ് ഈസ് ഈക്വൽ ടു P. വാട്ട് ഈസ് P? 2500 × 1 + 3/100 ഹോൾ റേസ് ടു 1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 അവിടെ എഴുതേണ്ട ആവശ്യമില്ല, 1 ആണെങ്കിൽ എഴുതേണ്ട ആവശ്യമില്ല, വിട്ടേക്കാം. സോ ദിസ് ഈസ് ഈക്വൽ ടു 2500 × 100, 1 100 കൂടി ഗുണിക്കുമ്പോൾ 100, 100 + 3 103/100. ഓക്കെ, ഈ 100 ഒന്നുകൂടി ഗുണിക്കുക, അപ്പോൾ 100 കിട്ടും, +3 103. ഈ 0 0 വെട്ടിപ്പോയി, ഈ 0 വെട്ടിപ്പോയി. ഈക്വൽ ടു 25 × 103 ചെയ്താൽ ഇത്രയും എമൗണ്ട് ആയിരിക്കും 6 മാസം കഴിയുമ്പോൾ, അതായത് രണ്ടാമത്തെ ഡെപ്പോസിറ്റ് നടത്തുന്നതിന് മുന്നേ അക്കൗണ്ടിലുള്ള തുക. നമുക്ക് കണ്ടുപിടിക്കാം എത്രയാണെന്നുള്ളത്. നമുക്കൊന്ന് ഗുണിച്ചു നോക്കാം. ഓക്കെ, 103നെ 25 കൊണ്ട് ഗുണിക്കുക. I 3 15 5 ശിഷ്ടം 1, I 0 0 1 ഇറക്കി എഴുതി 1 5 5 3 2 6 2 0 0 1 2 2. സോ 5 7 5 2 2575 രൂപ. സോ ആഫ്റ്റർ 6 മന്ത് 2575 രൂപയാണ് അക്കൗണ്ടിൽ ഉണ്ടാവുക. മനസ്സിലായോ? അപ്പൊ 6 മാസം കഴിഞ്ഞപ്പോൾ 2575 രൂപയുണ്ട്. പിന്നെ എന്ത് ചെയ്തു? 2500 രൂപ കൂടി അതിനകത്തേക്ക് ഇടുകയാണ്. അപ്പൊ പ്രിൻസിപ്പൽ എമൗണ്ട് ഇനി മാറും. സോ ആഫ്റ്റർ 6 മന്ത് 2000 again deposited. So P is equal to, ഇവിടെ എത്ര ഉണ്ടായിരുന്നു അക്കൗണ്ടിൽ? 2575 പ്ലസ് എത്ര രൂപ ഡെപ്പോസിറ്റ് ചെയ്തത്? 2500. സോ ടോട്ടൽ ചെയ്യുമ്പോൾ 5 7 10 0 ശിഷ്ടം 1 5. ഇപ്പോ പ്രിൻസിപ്പൽ എമൗണ്ട് എന്ന് പറയുന്നത് 5075 ആണ്. മനസ്സിലായോ? അപ്പൊ ഇനിയുള്ള 6 മാസം, അതായത് ജൂലൈക്ക് ശേഷം ഡിസംബർ വരെയുള്ള 6 മാസം 5075 രൂപയാണ് നമ്മൾ പ്രിൻസിപ്പൽ എമൗണ്ട് ആയിട്ട് എടുക്കേണ്ടത്. ഇതാണ് ഇവിടുത്തെ വ്യത്യാസം, നേരത്തെ കണക്കിൽ നിന്നുള്ള വ്യത്യാസം അതാണ്. അപ്പൊ അത് കണ്ടുപിടിക്കാം. ഫോർമുല സെയിം ആണ്, ഇവിടെ മാത്രം വ്യത്യാസം വന്നുള്ളൂ. എവിടെ മാത്രം? എമൗണ്ടിൽ പി മാറി. പിയുടെ വില ഇപ്പൊ എന്താ? 5075, 5075. ഓക്കെ, സോ ദിസ് ഈസ് ഈക്വൽ ടു 5075 × 103/100. ഓക്കെ, അപ്പൊ ഇവിടെ 0 വെട്ടിക്കളയാൻ പറ്റില്ല. അപ്പൊ നമുക്ക് ആദ്യം തന്നെ ഇതിനെ ഇതുകൊണ്ട് ഗുണിക്കാം, അതിന് ശേഷം 100 കൊണ്ട് ഹരിക്കാം. സോ
5075 ഇൻറ്റു 103 53 15 5 ശിഷ്ടം 1 73 21 22 2 ശിഷ്ടം 2 0 3 0 2 കൂട്ടി 7 53 15 0 എല്ലാം വെച്ച് 0 വെച്ചാണ് ഗുണനം. അത് പോയി. ഇനി ഒരു 5 5 ഒരു 7 7 ഒരു 0 0 എന്താണ് ഒരു 5 5 ഒരു 7 7 ഒരു 0 0 ഒരു 5 5 അല്ലേ. 1 2 3 4 5 1 2 3 4 5 5 ഒന്നുമില്ല. ഓക്കെ യെസ് 0 0 7 0 0 0 0 0 ഇവിടെ 0 ഇല്ല. ഓക്കെ സോ എല്ലാം കൂടി ആഡ് ചെയ്യുക. 5 2 7 7 5 12 2 ശിഷ്ടം 1 3 5. ഇപ്പൊ നമുക്ക് കിട്ടുന്ന എമൗണ്ട് എന്ന് പറഞ്ഞാൽ 5 3 2 7 2 5 ബൈ 100. ഇപ്പൊ 100 ആയിരിക്കാൻ എന്ത് ചെയ്യണം? 2 സാധനം കഴിഞ്ഞ് കുത്തിടണം എന്ന് പറയുമ്പോൾ 5 3 2 7 2 5 ഇവിടെ കുത്തിടണം. സോ ദ ഫൈനൽ ആൻസർ ഈസ് 5000 എന്താണ് 327.25. ഒരു മിനിറ്റ് 7 5 12 ശിഷ്ടം 1 2 ആണ്. സോറി ദിസ് ഈസ് 227 കേട്ടോ. ഓക്കെ അപ്പോൾ 5227.25. ഇവിടെ 7 5 12 2 ശിഷ്ടം 1 ആണ്. 1 സാർ 3 എഴുതി വെച്ച് 2 ആണ് ആൻസർ കേട്ടോ. 1 കൂട്ടുമ്പോൾ 2 ആണ്. സോ 5227 രൂപ 25 പൈസയാണ് ഈ പറയുന്ന ഒരു വർഷം കഴിയുമ്പോൾ കിട്ടുന്നത്. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ മറ്റു ക്വസ്റ്റിനെ പോലെ ഡയറക്റ്റ് നമ്മൾ ചെയ്യാൻ പാടില്ല. ഹാഫ് ഇയറിൽ നിന്ന് കേട്ട ഉടനെ തന്നെ ഒരു വർഷത്തെ 2 ഹാഫ് ഇയർ എന്ന് പറഞ്ഞാൽ ഇനി 2 എടുത്തിട്ട് ചെയ്യാൻ പാടില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ 6 മാസം കഴിഞ്ഞ് കഴിയുമ്പോൾ പിന്നെയും 2500 രൂപേനകത്തേക്ക് ഡെപ്പോസിറ്റ് ചെയ്തിട്ടുണ്ട്. സോ ആ 6 മാസത്തെ ആദ്യം കാണുക. അപ്പോൾ എന്നിന് 1 എന്ന് കൊടുത്താൽ മതി. ദെൻ കിട്ടിയ എമൗണ്ടിനോട് 2500 നമ്മൾ ഡെപ്പോസിറ്റ് ചെയ്ത എമൗണ്ട് കൂടി ആഡ് ചെയ്യുക. അപ്പോൾ പിന്നീടുള്ള 6 മാസത്തെ പ്രിൻസിപ്പൽ എമൗണ്ട് കിട്ടും. അതാണ് 5075. ദെൻ അത് വെച്ചിട്ട് ചെയ്യുക. ഓക്കെ ദെൻ കൂട്ടുമ്പോൾ കുറയ്ക്കുമ്പോഴൊക്കെ ശ്രദ്ധിക്കുക. കാരണം സാറോട് നേരത്തെ കൂടിയപ്പോൾ 3 കിട്ടി. അതുപോലെ തെറ്റാൻ സാധ്യതയുണ്ട്. വളരെ ശ്രദ്ധയോടുകൂടി ചെയ്യുക. സോ ദിസ് ഈസ് ദ ആൻസർ 5227 രൂപ 25 പൈസ. അപ്പം ഇനി നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. റംല ഡെപ്പോസിറ്റ് ₹30,000 ഇൻ എ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ വേർ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ഇസ് കമ്പ്യൂട്ടർ ഇൻ എവറി 4 months. റംല എന്ത് ചെയ്തു? 30,000 രൂപയാണ് ഡെപ്പോസിറ്റ് ചെയ്തത്. അപ്പോൾ ഡെപ്പോസിറ്റ് എമൗണ്ട് എന്ന് പറയുന്നത് എന്താണ്? 30,000 രൂപ. അത് വായിക്കുമ്പോൾ തന്നെ നമുക്ക് കിട്ടും. 30,000 രൂപയാണ് റംല ഡെപ്പോസിറ്റ് ചെയ്തത്. വേർ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ഈസ് കമ്പ്യൂട്ടർ എവറി 4 months. എല്ലാ 4 monthsലാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. 4 months മനസ്സിലാക്കുക. എത്ര മാസം കൂടുമ്പോഴാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്? 4 മാസം. ഓക്കെ ദ ആനുവൽ ഇൻട്രസ്റ്റ് റേറ്റ് ഈസ് 9%. അപ്പോൾ ഇൻട്രസ്റ്റ് റേറ്റ് എന്ന് പറഞ്ഞാൽ 9%. ഓക്കെ എത്ര ശതമാനമാണ്? 9%. ഹൗ മച്ച് എമൗണ്ട് റംല ഗെറ്റ് ആഫ്റ്റർ 1 year? ഒരു വർഷം കഴിയുമ്പോൾ എത്ര രൂപ കിട്ടും? അപ്പോൾ നമുക്ക് ആദ്യം തന്നെ 9% ആണെങ്കിൽ ഇവിടെ 4 months എന്ന് പറഞ്ഞേക്കണം. അപ്പോൾ 4 months എന്ന് പറയുന്നത് ഒരു വർഷത്തിൽ എത്ര തവണയായിട്ട് നോക്കാം. 4 4 8 അല്ലേ? 8 + 4 12. അപ്പോൾ 3 തവണയാണ് 4 months ഉള്ളത്. അപ്പോൾ നമ്മൾ ഇതിനെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. മനസ്സിലായോ? 3 തവണയാണ് 4 മാസം ഉള്ളത്. അപ്പോൾ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. ഡിവൈഡ് ചെയ്യുമ്പോൾ 9 3. സോ റേറ്റ് ഈസ് ഈക്വൽ ടു 3%. 3 മനസ്സിലായോ? അപ്പോൾ നമ്മൾ എത്ര മാസം ഉണ്ടോ മാസം നോക്കിയിട്ട് വേണം ഡിവൈഡ് ചെയ്യാനായിട്ട്. അപ്പോൾ 1/3 കൊണ്ടാണ് ഞാനിങ്ങനെ മൾട്ടിപ്ലൈ ചെയ്യുന്നത്. എങ്ങനെ കിട്ടും? 4 മാസം ഡിവൈഡ് ബൈ 12 വെട്ടിഹരിക്കുമ്പോൾ 1/3. സാർ തുടക്കത്തിൽ ഇത് പഠിപ്പിച്ചിട്ടുള്ളതാണ്. ഓക്കെ അപ്പോൾ ചാടി കയറി നമ്മൾ ഇത് ക്വാർട്ടർലിയോ അല്ല ഹാഫ് ഇയർലിയോ അല്ല, ഇത് 4 മാസമാണ്. അപ്പോൾ 4 മാസം 12 മാസം ആവാൻ 4 എത്ര പ്രാവശ്യം ചേരണം? 4 മാസം + 4 മാസം 8 മാസം + 4 മാസം 12 മാസം. അപ്പോൾ 3 തവണ ചേരണം. അപ്പോൾ 3 ഡിവൈഡ് ചെയ്ത് റേറ്റ് മനസ്സിലാക്കി. ഇനി എൻ കണ്ടുപിടിക്കണം. അപ്പോൾ ഒരു വർഷത്തേക്ക് 9% പലിശ എൻ എത്ര തവണ വരും? 4 മാസം + 4 മാസം + 4 മാസം 3 തവണ വരും. അപ്പോൾ എൻ എന്ന് പറയുന്നത് 3 തവണ. സോ ഇത് വളരെ വ്യക്തമായിട്ട് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് കണ്ടുപിടിച്ചാൽ മാത്രമാണ് നമുക്ക് എന്താണ് കാൽക്കുലേഷനിൽ കിടക്കാൻ കഴിയുള്ളൂ. സോ എമൗണ്ട് ഈസ് ഈക്വൽ ടു P × 1 + rate by 100 whole raised to n. Is equal to amount is equal to what is P? 30,000. 30,000 into 1 plus what is the rate here? 3. 3/100 whole raised to 3. Is equal to 30,000
ഇൻറ്റു 100 ഒന്നും കൂട്ടുമ്പോൾ എത്രയാണ്, ഗുണിക്കുമ്പോൾ എത്രയാണ്, 100 പ്ലസ് 3 എത്ര പ്രാവശ്യം, 3 പ്രാവശ്യം, ഡിവൈഡ് ബൈ 100 എത്ര പ്രാവശ്യം, 3 പ്രാവശ്യം, 100 ഇൻറ്റു 100. സോ ദിസ് ഇസ് ഈക്വൽ ടു 30,000 ഇൻറ്റു 100 പ്ലസ് 3 സ്ക്വയർ ഇൻറ്റു 100 പ്ലസ് 3 പ്രാവശ്യം ഉണ്ടെങ്കിൽ 2 പ്രാവശ്യം ഒരെണ്ണം എഴുതണം, ഒരെണ്ണം ഒരു പ്രാവശ്യം എഴുതണം, ഡിവൈഡഡ് ബൈ ഇവിടെ 100 ഇൻറ്റു 100 ഇൻറ്റു 100. ഓക്കെ, ഇനി 0 വെട്ടിക്കളയാം, 0 വെട്ടിപ്പോയി, ഈ 0 വെട്ടിപ്പോയി, ഈ 0 വെട്ടിപ്പോയി, ഇതും വെട്ടി. സോ ഹിയർ ഇസ് ഈക്വൽ ടു 3 ഇൻറ്റു 100 പ്ലസ് 3 ഹോൾ സ്ക്വയർ ഇൻറ്റു ഇത് നമുക്ക് കൂട്ടാം, 100 പ്ലസ് 3 103 ഡിവൈഡ് ബൈ 100. ഓക്കെ, ഇങ്ങനെ. ഇനി നമുക്ക് ഈ 100 പ്ലസ് 3 ഹോൾ സ്ക്വയർ സെപ്പറേറ്റ് അവിടെ എടുത്ത് ചെയ്യാം. എത്രയാണെന്ന് നോക്കാം. 100 പ്ലസ് 3 ഹോൾ സ്ക്വയർ, 100ൻ്റെ സ്ക്വയർ 100 സ്ക്വയർ പ്ലസ് 3ൻ്റെ സ്ക്വയർ 3 സ്ക്വയർ പ്ലസ് 2 ഇൻറ്റു 100. ഓക്കെ, ഇൻറ്റു 3. സോ 100ൻ്റെ സ്ക്വയർ എത്രയാണ്, 10,000. ഓക്കെ, പ്ലസ് 3ൻ്റെ സ്ക്വയർ 9, 2 ഇൻറ്റു 3 6, 600. ഓക്കെ, അപ്പോൾ ഇവിടെ വരുന്നത് 10,000, 600, 609, 609 പ്ലസ് 10,000, 10,609. ഓക്കെ, സോ ഇവിടെ നമുക്ക് 3 ഇൻറ്റു 10,609 ബൈ 100. അപ്പം ഈ 10,609 എത്ര കൊണ്ട് ഗുണിക്കണം, 3 കൊണ്ട് ഗുണിക്കണം. പിന്നെ ഇവിടെ ഒരു 103 കൂടി ഉണ്ട്. അപ്പം ആദ്യം നമുക്ക് ഇതിനെന്ത് ചെയ്യാം, 103 കൊണ്ട് ഗുണിക്കാം. ആദ്യം ഇതിനെ ഇത് വെച്ച് ഗുണിക്കാം. ഓക്കെ, യെസ്. 9 × 3 = 27, ശിഷ്ടം 2, 3 0 0 അപ്പോൾ 2 ഇറക്കി എഴുതി. 3 6 18, ശിഷ്ടം 1, 3 0 0 1 ഇറക്കി എഴുതി, 1 3 3. 0 വെച്ചുള്ള ഗുണിതമില്ല, അപ്പോൾ എന്താണ്, 0 എഴുതി. 1 വെച്ചാണെങ്കിൽ സിമ്പിളാണ്, വെറുതെ ആണ്ട് എഴുതിയാൽ മതി. 1 × 9 9, 0 6 0 1. ഇനി എല്ലാം കൂടി കൂട്ടാം. എല്ലാം കൂടി കൂട്ടുമ്പോൾ 7 2 8 8 16 17 7, ശിഷ്ടം 1 2 6 3 9 0 1. അപ്പോൾ ഈ ഒരു എമൗണ്ടാണ് നമുക്ക് എന്ത് ചെയ്യുക, ഇത് രണ്ടും കൂടി കൂടി ചെയ്യുമ്പോൾ കിട്ടുക. ഇൻറ്റു 3 കൂടി നമ്മൾ ചെയ്യണം. സോ 1092727 ഇൻറ്റു ഇവിടെ ഒരു 3 ഉണ്ട്, 3 ഡിവൈഡഡ് ബൈ എന്താണ് 100. ഇതാണ് നമുക്ക് ചെയ്യാനുള്ളത്. സോ ഇതിനെ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. 7 3 21, ശിഷ്ടം 2, 3 2 6 7 8, 7 3 21, ശിഷ്ടം 2, 3 2 6 6 7 8, 9 × 3 = 27, 7, ശിഷ്ടം 2, 3 0 0 അപ്പോൾ 2 ഇറക്കി എഴുതി, 1 3 3. സോ ദ ഫൈനൽ ആൻസർ 3278181 ഡിവൈഡ് ബൈ 100. ഇപ്പോൾ നമുക്കറിയാം 100 കൊണ്ട് ഡിവൈഡ് ചെയ്യാന്ന് പറഞ്ഞാൽ 2 സാധനം കഴിഞ്ഞ് കുത്തിടുക. സോ 3 2 7 8 പോയിന്റ് എന്താണ് 1.81. സോ 32,781 രൂപ എന്താണ് 80 പൈസ, 81 പൈസ. ഇതാണ് നമുക്ക് ആൻസർ ആയിട്ട് വരിക. അപ്പോൾ നിങ്ങൾ സ്വന്തമായിട്ട് ചെയ്ത് നോക്കുക, ഗുണിക്കലൊക്കെ സ്വന്തമായിട്ട് ചെയ്യുക. ഇതൊക്കെ എളുപ്പമാണ്, ഈ ക്വസ്റ്റനൊക്കെ എളുപ്പമാണ് കേട്ടോ. അതിന് മുന്നേ കണ്ട ആദ്യത്തെ 2 ക്വസ്റ്റനാണ് കുറച്ചും കൂടി ടഫായിട്ടുള്ളത്. ഇതൊക്കെ എളുപ്പമാണെങ്കിൽ എളുപ്പമുള്ള ക്വസ്റ്റൻ ആയിരിക്കും നിങ്ങൾക്ക് എക്സാമിന് ചോദിക്കുക കേട്ടോ. അധികം ടഫായിട്ടുള്ള ചോദിക്കാൻ സാധ്യതയില്ല, ടെൻഷൻ ആവണ്ട. പക്ഷെ നമ്മളെല്ലാം പഠിച്ചിരിക്കണം. സോ ദിസ് ഈസ് ദ ആൻസർ, 32,781 rupees and 81 എന്താണ് പൈസ. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ ഈ ഒരു എക്സസൈസ് കഴിഞ്ഞു. അപ്പോൾ ഈ ഒരു എക്സസൈസ് കഴിഞ്ഞ സ്ഥിതിക്ക് ഇനി നമുക്ക് നെക്സ്റ്റ് എക്സസൈസ് പേജ് നമ്പർ 95 ഉള്ളത് നമുക്ക് നെക്സ്റ്റ് എപ്പിസോഡിൽ ചെയ്യാം. സോ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ വെച്ച് തീരുകയാണ്. ഈ പോർഷൻസ് തീർന്നതുകൊണ്ടാണ് ഇത്രയേ ഉള്ളൂ. അപ്പോൾ നെക്സ്റ്റ് എപ്പിസോഡിൽ നമുക്ക് ബാക്കിയുള്ള എക്സസൈസുകൾ ടോപ്പിക്ക് കൂടി ഡിസ്കസ് ചെയ്യാം. ഓക്കെ, താങ്ക് യു.